ഹായ്, ഇന്ന് നമുക്കൊരു സ്വീറ്റ് ആയാലോ. പൈനാപ്പിൾ കസ്റ്റർഡ് പുഡിംഗ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പം നമുക്കിതൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇതൊരു വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് ഇതിൽ തന്നെ വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പഞ്ചസാര, അതായത് മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിലും ഒരു കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. പിന്നെ എൻ്റെ പൈനാപ്പിളിന് ഇത്തിരി യെല്ലോയിഷ് കളർ കുറവാണ്, അതുകൊണ്ട് ഞാനിവിടെ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പൈനാപ്പിളിന് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ചേർക്കുക വേണ്ട. ഇനി നമുക്ക് ഇതൊന്ന് നമ്മളെ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ടായി കിട്ടണം. അതേപോലെ തന്നെ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് പോവും വേണം. അപ്പം നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കിയാലാണ് ഇങ്ങനെ പൈനാപ്പിൾ വെന്തും കിട്ടുള്ളൂ. അതേപോലെ തന്നെ അത് സോഫ്റ്റ് ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. പൈനാപ്പിളിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ പഞ്ചസാര നന്നായി മെൽട്ടായിട്ട് വന്നിട്ട് നമ്മൾ പൈനാപ്പിൾ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇവിടെ പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് കാരമലൈസ് ആക്കുന്നുണ്ട്. അതായത് ഒരു ബ്രൗണിഷ് കളറായിട്ടാണ്, പഞ്ചസാരയുടെ കളർ ഉണ്ടല്ലോ, അത് ഒരു ബ്രൗണിഷ് കളറായിട്ടാണ് ഞാൻ പൈനാപ്പിൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ സ്റ്റേജിൽ എടുക്കാൻ വേണമെങ്കിൽ. ഇതാകുമ്പോൾ നമ്മൾ പുഡിങ്ങിൽ ഇടുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ, പക്ഷേ അത് ടേസ്റ്റ് കൂടുതലാണ് ഇങ്ങനെ എടുത്താൽ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് പാല് തിളപ്പിച്ച് നമ്മൾ കസ്റ്റാർഡാണ്, പൈനാപ്പിൾ കസ്റ്റാർഡ് പുഡിംഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ കസ്റ്റാർഡിൻ്റെ ഒരു ഇത് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ചൂടാവുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ കസ്റ്റാർഡ് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലിലാണ് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ആക്കുന്നത്. നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കട്ടകളൊക്കെ, അതായത് അതിൻ്റെ ആ കട്ടകൾ ഫുള്ള് മെൽട്ടായിട്ട് നമുക്ക് നല്ല തിക്ക് പരുവത്തിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് നമ്മളെ പാലിലോട്ട് എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ പാല് ബോയിലായിട്ടുണ്ടാവും. നമുക്കതൊന്ന് നോക്കാം. പാല് നന്നായി ബോയിലായിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളീ പുഡിങ്ങിന്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പാലിലോട്ട് ഇതുവരെ നമ്മൾ പഞ്ചസാര മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങളൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത പൈനാപ്പിളിലും നന്നായി ഷുഗർ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് ബാലൻസ് ആയി പൊക്കോളും. ആ ഒരു മധുരം മതി നമ്മുടെ പുഡിങ്ങിന്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മളുടെ ഈ പാലൊന്ന് കട്ടിയായിട്ട് വരണം, അതാണ് അതിൻ്റെ പരുവം. അപ്പം നമ്മുടെ പാലിവിടെ ഏകദേശം കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ചൂടോടെ തന്നെ നമ്മൾ ട്രേയിലേക്ക് ഒഴിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട പിടിച്ച് പോവും. അപ്പോൾ നമ്മൾക്ക് ഒരു ട്രേ എടുക്കാം. ആ ട്രേ ഗ്രീസ് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ഗ്രീസൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കാരമലൈസ് ചെയ്തുള്ള ഈ പൈനാപ്പിൾ ഉണ്ടല്ലോ, അടിയിലൊന്ന് വെച്ചെടുത്തതിൻ്റെ ശേഷം നമ്മളെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലോട്ട് ബാക്കിയുള്ള നമ്മളെ കാരമലൈസ് ചെയ്തുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഈ പൈനാപ്പിൾ ഒന്ന് എടുക്കാൻ പ്രയാസം ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഒന്നും കൂടെ കട്ടിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുക്കത്തിരി പ്രയാസം ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇത് ടേസ്റ്റ് കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഇങ്ങനെ കാരമലൈസ് ചെയ്യണമെങ്കിൽ ഇതിന് മുന്നത്തെ സ്റ്റേജിൽ പൈനാപ്പിൾ എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ബദാമാണോ പിസ്തയാണോ ഏതാണെന്ന് വെച്ചാൽ അത് ഒന്ന് മേലെ ഇട്ട് കൊടുക്കാം. ഡെക്കറേഷനാണ് എങ്കിൽ കൂടിയും, പക്ഷേ ഇത് നമ്മൾക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിസ്ത ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം 4 hours ഒന്ന് തണുപ്പിച്ചെടുക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.